നാസിക് ഡോളൊക്കെ കേൾക്കാം ഗൈസ്. ഒരു ശിങ്കാരിമേള സെറ്റ്, ടോയ് കട, ഫുഡ് കട, പിന്നെ ഡ്രിങ്ക്സ് കട, അങ്ങനെ ഒരുപാട് കടകളുണ്ട്, ഫാൻസി ഐറ്റംസ്. ഈ കാണുന്നതാണ് നമ്മുടെ തെങ്ങുവിള ദേവീക്ഷേത്രം. റൈഡുകളും മറ്റും ഇവിടെ ഉണ്ട്. അവിടെ യമഹ, പിന്നെ ആ ഒരാൾ കിടന്ന് തുള്ളി കളിക്കണം, വേറെ കുറെ കുട്ടികൾ കിടന്ന് തുള്ളി കളിക്കണം, ബോട്ടിൽ കിടന്ന് നീന്തി തുടിക്കണം. സ്റ്റേജിൽ പരിപാടിയുണ്ട്, മെയിനാണ് ഉത്സവങ്ങളിൽ. ഗൈസ് ഇവിടത്തെ വെടി ഇങ്ങനെ നിറക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് നല്ല ടേസ്റ്റുള്ള കടല ഗൈസ്, സൂപ്പർ കിട്ടില്ല, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു വെജിറ്റബിൾ മസാല മിക്സ് നമ്മൾ വാങ്ങിച്ച് കഴിച്ച് നോക്കി. വാഴക്കപ്പം കാണാനൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തെങ്ങുവിളയാണ് ഗൈസ്. തെങ്ങുവിളയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഭയങ്കര ഫേമസ് ആണ്. ഇന്ന് അവിടുത്തെ ഘോഷയാത്ര വരുന്നുണ്ട്. പക്ഷെ ഘോഷയാത്ര നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഏതാണ്ട് അവിടെ എത്തപ്പോൾ ഏതാണ്ട് രാത്രി 12-11 മണിയൊക്കെ ആവുമെന്നാണ് പറയുന്നത്. അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേസ് നമുക്ക് ആ ലൈറ്റൊക്കെ ഒന്ന് കാണാം. പിന്നെ ഒരുപാട് വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ച് തിന്നതാണ്. അഭിപ്രായം പറയാം, ക്ഷേത്രം കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തിലെ തെങ്ങുവിള ദേവീക്ഷേത്രം, ഇവിടുത്തെ ഘോഷയാത്രയ്ക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മളപ്പോൾ ഇതിന്റെ ലൈറ്റ് കാണാൻ വന്നിട്ടുണ്ട്. ഘോഷയാത്രയിൽ അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര തിരക്ക്. ഗൈസ് ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടേക്കുന്നത്, അങ്ങ് ദൂരോട്ട് നല്ല ലൈറ്റ് ഗൈസ്. പിന്നെ അതേ ഗൈസ് ഈ സ്ട്രക്ചർ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് മനസ്സിലായി അമ്പലം എന്നാണ് എനിക്ക് തോന്നിയത്, പക്ഷെ നല്ല ഡിസൈൻ ഗൈസ്. നിങ്ങൾ കമന്റ് ഇട് ഇത് ഏതാണെന്ന്. ഗൈസ് ഇവിടെ നാസിക് ഡോളൊക്കെ കേൾക്കാം ഗൈസ്. ഗണപതി ഭഗവാന്റെ ഒരു ഫ്ലോട്ട് കണ്ടു, അത് പക്ഷെ അനങ്ങുന്നില്ല ഗൈസ്, പിന്നീട് അനങ്ങുമായിരിക്കും. പിന്നെ പോകുമ്പോഴേ ഒരുപാട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മരത്തിന്റെ ഇങ്ങനെ താഴോട്ടൊക്കെ ഇങ്ങനെ നോക്കും, അയ്യോ മരത്തിന്റെ മേളിലോട്ടല്ലേ നോക്കുന്നത്, മേളിലോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വഴിയോര കച്ചവടക്കാർ ഇവിടെ ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പോകുമ്പഴിക്ക് നമ്മളിതേ ഒരു ശിങ്കാരിമേള സെറ്റ് അവരെ കണ്ടു. പിന്നെ അതേ അടുത്ത വീണ്ടും അതേ കണക്ക് ഒരു ഗോപുര മോഡൽ ഒരു ലൈറ്റ് കണ്ടു. പിന്നെ നമ്മളിതേ നേരെ പോകുമ്പോൾ കുറച്ച് പാവകൾ കണ്ടു. പിന്നെ അതെ ഗണപതിയുടെ വിഗ്രഹമാണ് ഗൈസ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഗണപതിയുടെ വിഗ്രഹം ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ടോയ് കട, ഫുഡ് കട, പിന്നെ ഡ്രിങ്ക്സ് കട, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഫാൻസി ഐറ്റംസ്, ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അടുത്ത ഗണപതിയുടെ വിഗ്രഹം ഗൈസ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഗണപതിയുടെ വിഗ്രഹം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സെറ്റൊക്കെ വെച്ച് ഇടിച്ച് മുഴക്കി ഗൈസ്. ഈ ശബ്ദമൊന്നും നിങ്ങൾക്ക് കേട്ടോടെയായിരിക്കും. അതുകൊണ്ട് ഇപ്പം എനിക്ക് പച്ച എഫക്റ്റ് ആണ്. ഇനി ചുവന്ന ഞാൻ, പിങ്ക് ഞാൻ നോക്കി കാണിച്ചു തരാം. ചുവന്നല്ലേ ഗൈസ് അടുത്തൊരു കിടിലം ഫ്ലോട്ട് ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഇത് കാളിയാമർദ്ദനമായിരിക്കും. കറക്റ്റ് തന്നെ ഗൈസ്, കമന്റ് ചെയ്യണേ നിങ്ങൾ. ഇതേ ലൈറ്റൊക്കെ അങ്ങ് ക്ഷേത്രത്തിന് അങ്ങോട്ടൊക്കെ ഒരുപാട് ഡിസ്റ്റൻസിൽ നല്ല കിടിലായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. വീണ്ടും ഗണപതിയുടെ ഒരു വിഗ്രഹമാണ് നമ്മളവിടെ കണ്ടത്. ഒരു പാട്ടൊക്കെ വെച്ച് ഇടിച്ച് മുഴക്കുന്നു ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ തെങ്ങുവിള ദേവീക്ഷേത്രം. ക്ഷേത്രം നമ്മളത് ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് പാർക്കുകളും ഈ റൈഡുകളും മറ്റും ഇവിടെ ഉണ്ട്. അവിടെ യമഹ, പിന്നെ ആ ഒരാൾ കിടന്ന് തുള്ളി കളിക്കണ്, വേറെ കുറെ കുട്ടികൾ കിടന്ന് തുള്ളി കളിക്കണ്, ബോട്ടിൽ കിടന്ന് നീന്തി തുടിക്കണ്. കാറുകളും മെറിഗോ റൗണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല രസമായിരിക്കും കുട്ടികൾക്ക്. പിന്നെ അതേ സ്റ്റേജിൽ പരിപാടിയുണ്ട്, മെയിനാണ് ഉത്സവങ്ങളിൽ. അപ്പോൾ നല്ല സ്റ്റേജ് സെറ്റിങ്സ് ഒക്കെയാണ്, നല്ല പരിപാടിയായിരുന്നു ഗൈസ്. ഫുള്ള് ഇരുന്ന് കണ്ടു. അങ്ങ് പറമ്പിലും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ. കമ്മിറ്റി ഓഫീസും എല്ലാം ഉണ്ട്, അങ്ങോട്ടും ലൈറ്റ് ഉണ്ട്. ഗൈസ് ഇവിടത്തെ വെടി ഇങ്ങനെ നിറക്കുന്നുണ്ട് ഗൈസ്. കതിന എന്ന് പറയുന്നത്, കതിന നിറയ്ക്കണം. ഇതിന എന്നിൽ കടല നിറയ്ക്കണം ഗൈസ്, നല്ല ടേസ്റ്റുള്ള കടല ഗൈസ്, സൂപ്പർ. പിന്നെ ഉത്സവപ്പുറമത്തെ കറക്റ്റ് കടല, സൂപ്പർ കടല. ഒരുപാട് കടല ഞാൻ അടുത്ത് വിഴുങ്ങി ഗൈസ്.
ഒരുപാട് കടലിനകത്തിരുന്നു ഗൈസ്. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്ത് പറയട്ട്. ദേ അങ്ങോട്ടൊക്കെ പിന്നും ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ പിങ്ക്, ബ്ലൂ, നീല രണ്ടോന്നല്ലേ പറയും പോലെ റെഡ്, ഓറഞ്ച് എല്ലാം വെച്ചിട്ടുണ്ട്. ആൾക്കാർ ഒരുപാടുണ്ട് ഗൈസ്. ആൾക്കാർ ഒരുപാടുണ്ട്. ഈ ലൈറ്റൊക്കെ കാണാൻ എന്ത് രസമാന്നാ. ആണ്ട് നമ്മൾ ആശാൻ പിന്നെ ആണ്ട് എൻ്റെ അമ്മയും ബാക്കിലുണ്ട്. അമ്മ കഴിച്ചോണ്ടിരിക്കുമ്പോ വീഡിയോ എടുക്കണ അറിഞ്ഞില്ലെന്ന്. പിന്നെ അതേ റോഡിലൊക്കെ DJ പരിപാടിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വീണ്ടും അടുത്ത ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഘോഷയാത്രേനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെച്ചേക്കണേ ഗൈസ്. ഇത് നോക്ക് ഗൈസ്, റോഡിലൂടെ നടക്കാൻ കണ്ണടിച്ചു പോയി ഗൈസ്. സത്യം എനിക്ക് കണ്ണ് കാണാൻ വയ്യ. പിന്നെ നിറപറയും നിലവിളക്കും എല്ലാം കൊളുത്തി ആണ് നമ്മൾ ഘോഷയാത്രേനെ സ്വീകരിക്കുന്നത്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇത് ആൾക്കാർ ഒരു രക്ഷയില്ല ഗൈസ്. എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് ഗൈസ്. പിന്നെ നമ്മൾ ആ DJ സ്ഥലത്തൂടെ നടക്കുകയാണ് ഗൈസ്. ഇത്തവണ കണ്ണടിച്ച് പോയില്ല ഗൈസ്. ഭാഗ്യം, ഞാൻ നേരെ നോക്കിയാണ് നടന്നത്. റോഡിൽ നോക്കിയാൽ കണ്ണടിച്ചു പോകും. പിന്നെ നമ്മളിത് അവിടെ നിന്നിട്ട് ഒരു സർബത്ത് അല്ല കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലിച്ചി ഫ്ലേവറാണ് ഗൈസ് ഞാൻ ചോദിച്ചത്. മാമൻ്റെ ഇട്ടടിക്കുകയാണ്. ബാക്കിൽ ആശുപത്രിയുടെ ബോർഡ്. അയ്യോ ഞാൻ കണ്ടില്ല. എന്തായാലും ലിച്ചി നല്ല കിടിലം ഫ്ലേവറാണ് ഗൈസ്. കിട്ടില്ല, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഒരെണ്ണം കൂടെ വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എന്തിനാണ് നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാതെ ഞാൻ ഒരെണ്ണം കൊണ്ട് വാങ്ങിച്ച് കുടിച്ചായിരുന്നു ഗൈസ്. സോറി ഗൈസ്. ഗൈസ് അങ്ങനെ ഒരു വെജിറ്റബിൾ മസാല മിക്സ് നമ്മൾ വാങ്ങിച്ച് കഴിച്ച് നോക്കി. സൂപ്പർ ഗൈസ്, നല്ല ടേസ്റ്റ് ഗൈസ്. ഞാൻ അധികം ഇത് കഴിക്കാറില്ല. പിന്നെ ഗൈസ് അടുത്ത നമ്മളതേ വാഴയ്ക്കപ്പം, തിരുവനന്തപുരത്ത് വാഴയ്ക്കപ്പം എന്ന് പറയാം. അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മതേ ആ വെജിറ്റബിൾ എടുത്ത് വായിച്ചു വന്ന് ഗൈസ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഗൈസ്. പിന്നെ ഇവിടെ പഞ്ചാരി മേളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മെഗാ പഞ്ചാരി. ഗൈസ് അടുത്ത ശിങ്കാരി മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ നേരത്തെ കണ്ട ഗണപതി ഭഗവാന്റെ ഫ്ലോട്ട് ഗൈസ് അവർ ചലിപ്പിച്ചു. നമ്മളിപ്പോൾ പോയിട്ട് വന്നപ്പോൾ അവരിത് ഇങ്ങനെ ചലിപ്പിച്ചു ഗൈസ്. കാണാനൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. ഒരുപാട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സെൽഫി വ്യൂ കാണിച്ചു തരാം. പിന്നെ നമ്മളതേ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഐസ്ക്രീം കിട്ടിയത് ഗൈസ്. ഇനി നമ്മളിതേ വാഴോട്ടുകയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ തെങ്ങുകളേറെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇപ്പം വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫാൻസ് ക്ലബ്ബ് കണക്ക് നമുക്കൊരു മെമ്പർഷിപ്പ് ഉണ്ട് ചെണ്ട ട്യൂട്ടോറിയൽസിൽ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആ ജോയിൻ ബട്ടൺ അമർത്തുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ ഗൈസ് ഇതായിരുന്നു നമ്മുടെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എവിടെയൊക്കെ ഇനി ഉത്സവം ഉണ്ട്, ഏത് ഡേറ്റ് ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അന്ന് വ്ളോഗൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ.